ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പിൻ്റെ ഏതെങ്കിലും 4 ക്യാരക്ടറിസ്റ്റിക്സോ ഫീച്ചേഴ്സോ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ ഈസ് 2. മിനിമം 2 പേഴ്സൺസ് ഉണ്ടായിരിക്കണം. അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഓറൽ ഓർ റിട്ടൺ എഗ്രിമെൻ്റ് ആവണം. ലോഫുൾ ബിസിനസ് ആയിരിക്കണം, നിയമപരമായിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കണം. പിന്നെ ഒരെണ്ണം കൂടി ഞാനിവിടെ എക്സ്ട്രാ തന്നിട്ടുണ്ട്, രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഈസ് നോട്ട് കമ്പൽസറി. രജിസ്ട്രേഷൻ പാർട്ണർഷിപ്പ് ഫേമിന് കമ്പൽസറി അല്ല. വേണ്ട തിയറി എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ്. രണ്ടാമത്തെ തിയറി വാട്ട് ഈസ് പാർട്ണർഷിപ്പ് ഡീഡ്, ലിസ്റ്റ് ഔട്ട് എനി 5 കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നും അതായത് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിലുണ്ടായിരിക്കേണ്ട കണ്ടൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് എ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ണർഷിപ്പ് ആസ് എഗ്രീഡ് ബൈ പാർട്ണേഴ്സ്. പാർട്ട്നേഴ്സ് രണ്ടുപേരും കൂടി എഗ്രി ചെയ്തേക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉൾപ്പെടുന്ന ആ ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ്. അതിലെന്തൊക്കെ കണ്ടൻസ് ഉണ്ടായിരിക്കും? നെയിം ഓഫ് ദി ഫേം ഉണ്ടായിരിക്കും, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ണേഴ്സ് ഉണ്ടായിരിക്കും, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൻ്റെ സ്ഥലം എവിടെയാണെന്നുള്ളത് ഉണ്ടായിരിക്കും, ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ് എത്ര ടൈം പീരീഡ് എന്നുള്ളതുണ്ടായിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിങ് റേഷ്യോ, പ്രോഫിറ്റും ലോസും ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യണമെന്നുള്ളതും കൂടി ആ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കും. 5 ചോദിച്ചതുകൊണ്ടാണ് ഞാനിവിടെ 5 എഴുതിയേക്കുന്നത്. നിങ്ങളുടെ നോട്ടിൽ എളുപ്പമുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാവുന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് സ്റ്റേറ്റ് ദ റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ ആബ്സെൻസിൽ അപ്ലൈ ചെയ്യേണ്ട റൂൾസുകൾ ഏതൊക്കെയാണെന്നാണ്. അതായത് എഗ്രിമെൻ്റ് ഇല്ലാത്ത സമയത്ത് പാർട്ട്നേഴ്സ് പാലിക്കേണ്ട റൂൾസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. പ്രോഫിറ്റ് ഷെയറിങ് ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. എഗ്രിമെൻറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ എങ്ങനെയായിരിക്കണം, രണ്ടുപേരും ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ നോ പാർട്ണർ ഈസ് എൻറ്റൈറ്റിൽ ടു ക്ലെയിം എനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്ലെയിം ചെയ്യാനുള്ള ഒരു റൈറ്റ്സും അവിടെ ഉണ്ടായിരിക്കുന്നില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും അതുപോലെ തന്നെയാണ്. നോ ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ്. റെമ്യൂണറേഷനും അങ്ങനെ തന്നെ. നോ പാർട്ണർ ഈസ് എൻറ്റൈറ്റിൽ ടു ഗെറ്റ് ആൻഡ് സാലറി ഓർ അതർ റെമ്യൂണറേഷൻ. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവർ 6% ഇൻട്രസ്റ്റ് നൽകിയിരിക്കണം. ഈ 6% എന്നുള്ളത് 1 വേർഡിനും ചോദിക്കാറുള്ളതാണ്, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകുന്ന ക്വസ്റ്റ്യനാണ് ഇത്. എന്തായാലും ഈ എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിച്ചോ. ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരൊറ്റ അക്കൗണ്ടേ നിലനിൽക്കും. പിന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെല്ലാം എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്? കറണ്ട് അക്കൗണ്ടിലാണ്. എന്നാൽ ഫ്ലക്ച്വേറ്റിങ്ങിൽ എല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എൻ്റർ ചെയ്യുന്നത്. കാരണം അവിടെ ഒരു അക്കൗണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ ആ അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം എൻ്റർ ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട് വിൽ അപ്പിയർ ഇൻ ബാലൻസ് ഷീറ്റ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും അപ്പിയർ ചെയ്യും. കാരണം ഫിക്സഡിൽ 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണ്ടല്ലോ. ഫ്ലക്ച്വേറ്റിങ്ങിലാണെങ്കിൽ അപ്പോൾ ഏതായിരിക്കും? ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ അപ്പിയർ ഇൻ ബാലൻസ് ഷീറ്റ്. പിന്നെ ഫിക്സഡിൽ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിമെയിൻസ് ഫിക്സഡ് ആണ്. ഫ്ലക്ച്വേറ്റിങ്ങിൽ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് ഫ്ലക്ച്വേറ്റിംഗ്. 4 ഡിഫറൻസസ് നൽകിയിട്ടുണ്ട്. നല്ല എളുപ്പമുള്ള പോയിന്റ് നോക്കിയിട്ടാണ് ഞാൻ ഡിഫറൻസസ് ഇട്ടേക്കുന്നത്. നന്നായി പഠിക്കേണ്ടതാണ്. 100% ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ണർഷിപ്പ് ഫേം പുനഃസംഘടിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒന്നും കൂടി ആ പാർട്ണർഷിപ്പ്, നിലവിലുള്ള പാർട്ണർഷിപ്പ് ഫേം ഒന്നും കൂടി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അത് രൂപം കൊള്ളണതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്, എങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണതെന്ന് ചോദിക്കുന്നത്. ഒന്ന് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ അവിടെ ഫേം ഒന്നും കൂടി പുനഃസംഘടിക്കും. അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. 2 പേര് തമ്മിലുള്ള പാർട്ണർഷിപ്പിൽ പുതിയതായി 3ാമതൊരു പാർട്ണർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കും. റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ. 3 പാർട്ണറുള്ള ഫേമിൽ നിന്ന് ഒരാൾ റിട്ടയർഡ് ചെയ്ത് പോവുകയാണെങ്കിൽ വീണ്ടും അവിടെ ഒരു ഫേം, പിന്നെ അയാളില്ലല്ലോ, അപ്പോൾ അവിടെ ആ ഫേം ഒന്നും കൂടി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഡെത്ത് ഓഫ് എ പാർട്ണറിന് മരണം സംഭവിച്ചാൽ അമാൽഗമേഷൻ ഓഫ് 2 പാർട്ണർഷിപ്പ് ഫേം. 2 പാർട്ണർഷിപ്പ് ഫേമിന് അമാൽഗമേഷൻ സംഭവിച്ചാലും. അപ്പോൾ ഇത്രയും മോഡ്സുകൾ നിർബന്ധമായും പഠിക്കണം. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു തിയറിയും കൂടിയാണ് ഈ മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം.
പിന്നെ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് റൈറ്റ്സ് ഓഫ് ഇൻകമിങ് പാർട്ണർ. അതായത് 2 പേര് തമ്മിലുള്ള പാർട്ണർഷിപ്പ് ഫേമിൽ മൂന്നാമതൊരാൾ അഡ്മിറ്റായി വരുമ്പോൾ ആ പുതിയ പാർട്ണർക്ക് ഉണ്ടാവുന്ന റൈറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. 2 റൈറ്റ്സാണ് അവർക്ക് ഉണ്ടാവുന്നത്. എ റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദി ഫേം, എ റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. അസറ്റ്സ് ഷെയർ ചെയ്യാനുള്ള അവർക്ക് പുതിയ പാർട്ണർക്ക് അസറ്റ്സ് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും പുതിയ പാർട്ണർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഒന്നാമത്തെ ടെർമിനേഷൻ ഓഫ് ബിസിനസ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ബിസിനസ് ടെർമിനേറ്റ് ചെയ്ത് പോകണില്ല, ബിസിനസ്സിന് അവിടെ ഒരു അവസാനമില്ല. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബിസിനസ്സിന് ഒരു അവസാനം വന്നിരിക്കുകയാണ്. കാരണം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പാണ് അവിടെ എൻഡ് ആവുന്നത്, ഫേം അവിടെ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകും. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ബിസിനസ്സും കൂടി അവിടെ ടെർമിനേറ്റ് ചെയ്തു പോവുകയാണ്. രണ്ടാമത്തെ സെറ്റിൽമെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. പാർട്ണർഷിപ്പാണ് ഡിസൊല്യൂഷൻ ചെയ്യുന്നതെങ്കിൽ അസറ്റ്സും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്തിട്ട് ന്യൂ ബാലൻസ് ഷീറ്റ് അവിടെ പ്രിപ്പയർ ചെയ്യും. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുമ്പോൾ അവിടെ ഫേം ഇല്ല, അപ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ വിറ്റഴിക്കുകയാണ് ചെയ്യുന്നത്. അസറ്റ്സ് ആർ സോൾഡ് ആൻഡ് ലയബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്. അസറ്റ്സ് എല്ലാം വിൽക്കണം, ലയബിലിറ്റീസ് എല്ലാം കൊടുക്കണം. മൂന്നാമത്തെ കോർട്ട്സ് ഇൻ്റർവെൻഷൻ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ കോർട്ടിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കില്ല, കോർട്ടിന് ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ഫേം ഡിസൊല്യൂഷൻ കോർട്ടിൻ്റെ ഓർഡർ മുഖേന ഒരു ഫേം ഡിസൊല്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്തെങ്കിലും ഒരു അൺലോഫുൾ ബിസിനസ്സൊക്കെ ആണെങ്കിൽ കോർട്ടിന് വേണമെങ്കിൽ നോട്ടീസ് അയച്ചിട്ട് ആ ഫേം നിർത്തലാക്കാൻ പറയാവുന്നതാണ്. നാലാമത്തെ എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പാർട്ണേഴ്സ് കണ്ടിന്യൂസ് ത്രൂ ഇൻ എ ചേഞ്ച്ഡ് ഫോം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിലെ എക്കണോമിക് റിലേഷൻഷിപ്പ്, പാർട്ണേഴ്സ് തമ്മിലുള്ള എക്കണോമിക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ വേറൊരു പാർട്ണറാണ് വരുന്നെങ്കിൽ അവിടെ റേഷ്യോസിനൊക്കെ വ്യത്യാസം വരും, എന്തെങ്കിലും ഒരു ചേഞ്ചസ് അവിടെ വരാൻ സാധിക്കും. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലെ എക്കണോമിക് റിലേഷൻ ബിറ്റ്വീൻ ദി പാർട്ണേഴ്സ് കംസ് ടു ആൻ, അവിടെ ഫേം തന്നെ ഇല്ല, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, പാർട്ണർഷിപ്പ് എൻഡായി മാറും. ക്ലോസർ ഓഫ് ബുക്സ്. ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ നോട്ട് ക്ലോസ്ഡ്. കാരണം പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ ആവുമ്പോൾ ആ വ്യക്തികൾ തമ്മിലുള്ള ഡിസൊല്യൂഷൻ അവിടെ നടക്കുന്നത്, പാർട്ണേഴ്സ് തമ്മിലുള്ള ഡിസൊല്യൂഷൻ അവിടെ നടക്കുന്നത്. അവിടെ ഫേം കണ്ടിന്യൂ ചെയ്യാം, വേറെ ഏതെങ്കിലും പാർട്ണേഴ്സ് മുഖേന അവിടെ ഫേമിന് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ നോട്ട് ക്ലോസ്ഡ് ആണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ആയിരിക്കും. ലാസ്റ്റ് പഠിക്കേണ്ട ഒരു തിയറിയാണ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഒരു ഫേം പിരിച്ചുവിടാൻ കാരണങ്ങൾ, ഏതൊക്കെ കാരണങ്ങൾ മുഖേനയാണ് ഒരു ഫേം പിരിച്ചുവിടുന്നതെന്നാണ് ചോദിക്കുന്നത്. 5 മോഡ്സാണ് പഠിക്കേണ്ടത്. ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ്, കമ്പൽസറി ഡിസൊല്യൂഷൻ, ഓൺ ദി ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസീസ്, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്, ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടി വരും. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻ്റ് ആണ്. ഒരു ഫേം എഗ്രിമെൻറ്റ് മുഖേന പിരിച്ചുവിടുന്നത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ എഗ്രിമെൻറ്റിൽ പാർട്ണേഴ്സിൻ്റെ കൺസെൻറ്റോടു കൂടി നമുക്ക് ആ ഫേം പിരിച്ചുവിടാം. ആസ് പെർ ദി ടേംസ് ഓഫ് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇത്രയും സമയം മതി ഈ പാർട്ണർഷിപ്പ് ഫേം, അങ്ങനെ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഡിസൊല്യൂഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ മറ്റ് പാർട്ണേഴ്സിൻ്റെ കൺസെൻറ്റോടു കൂടി ആ ഫേം ഡിസൊല്യൂഷൻ ചെയ്യാം. അതുപോലെ തന്നെ ടേംസ് ഓഫ് ദി പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും ടേംസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചും അവിടെ ഡിസൊല്യൂഷൻ നടക്കാവുന്നതാണ്. രണ്ടാമത് കമ്പൽസറി ആയിട്ട് ഡിസൊല്യൂഷൻ സംഭവിക്കാം. ഇപ്പോൾ ഒരു ബിസിനസ്, വെൻ ദ ബിസിനസ് ഓഫ് ദി ഫേം ബിക്കംസ് ഇല്ലീഗൽ ബിസിനസ് ആണെങ്കിൽ അവിടെ ഡിസൊല്യൂഷൻ നടക്കും, ബിസിനസ് നിർത്തേണ്ടി വരും. അല്ലെങ്കിൽ ഓൾ പാർട്ണേഴ്സ് ഓർ എക്സെപ്റ്റ് വൺ ബിക്കം ഇൻസോൾവെൻ്റ്. ഒരു പേഴ്സണ് ഇൻസോൾവെൻ്റ് ആണെങ്കിൽ, പാർട്ണേഴ്സിൽ ഏതെങ്കിലും ഒരാൾ ഇൻസോൾവെൻ്റ് ആണെങ്കിൽ, ഇൻസോൾവെൻ്റ് എന്ന് വെച്ചാൽ പാപ്പര, അവരെല്ലാം മര്യാദയ്ക്കുള്ള കാശൊന്നുമില്ല. ഇപ്പോൾ പേഴ്സ്, ഇവിടെ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്കറിയാം, പൈസയൊന്നും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ വന്നാലും ആ ഫേം വേണമെങ്കിൽ നിർത്താം. അതുപോലെ വെൻ ഓൾ പാർട്ണേഴ്സ് ഓർ എക്സെപ്റ്റ് വൺ ഡിസൈഡ് ടു റിട്ടയർ ഫ്രം ദി ഫേം. 2 പാർട്ണേഴ്സ് ഉണ്ടെങ്കിൽ ഒരാൾ അതിൽ നിന്ന് ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാലും അപ്പോൾ ഫേം അവിടെ നിന്ന് പോവുകയാണ്. വെൻ ഓൾ ദി പാർട്ണേഴ്സ് ഓർ എക്സെപ്റ്റ് വൺ ഡേ, എല്ലാ പാർട്ണേഴ്സിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചു പോയാലും ആ ഫേം അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ കമ്പൽസറി ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ 4 മോഡ്സുകളാണ്.
നെക്സ്റ്റ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസീസ് എന്ന് വെച്ചാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അവിടെ ഡിസൊല്യൂഷൻ വരാം. ഇഫ് ദ കോൺസ്റ്റിറ്റ്യൂട്ട് ഫോർ എ ഫിക്സഡ് പീരീഡ് ബൈ ദ എക്സ്പയറി ഓഫ് ദാറ്റ് ടേം. ഇപ്പം ഒരു പാർട്ണർഷിപ്പ് ഫേം ഒരു ഇത്രയും പീരീഡിലേക്കാണ് അവരിപ്പോൾ 2 വർഷത്തിനാണ് ഒരു പാർട്ണർഷിപ്പ് ഫേം കണ്ടിന്യൂ ചെയ്യുന്നത്. ആ 2 വർഷത്തിനേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ആ ഡേറ്റ് തീരുമ്പോൾ ആ ഫേം അവിടെ നിന്ന് പോകാം. അല്ലെങ്കിൽ ഇഫ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ക്യാരി ഔട്ട് 1 or more വെഞ്ചേഴ്സ് ബൈ ദി കംപ്ലീഷൻ ദെയർ ഓഫ്. ഒരു ഫേം രൂപം കൊള്ളുന്നത് എന്തെങ്കിലും ഒരു വർക്ക് തീർക്കാൻ, എന്തെങ്കിലും ഒരു ടാസ്ക് തീർക്കാൻ വേണ്ടിയാണെങ്കിൽ ആ ടാസ്ക് തീരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഡിസൊല്യൂഷൻ സംഭവിക്കും, അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഓഫ് എ പാർട്ണർ ആസ് ആൻ ഇൻസോൾവൻറ്റും വരുമ്പോൾ. അപ്പോൾ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടും അവിടെ ഡിസൊല്യൂഷൻ സംഭവിക്കാവുന്നതാണ്. നെക്സ്റ്റ് മോഡ്സ് ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. ഏതെങ്കിലും ഒരു പാർട്ണർ നോട്ടീസ് മുഖേന മറ്റൊരു പാർട്ണറിന് ഫേം നിർത്താമെന്നുള്ളൊരു കൺസെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ ഡിസൊല്യൂഷൻ സംഭവിക്കാവുന്നതാണ്. ലാസ്റ്റ് പോയിൻ്റാണ് ഡിസൊല്യൂഷൻ ബൈ കോർട്ടിൻ്റെ ഇടപെടൽ മൂലം ഡിസൊല്യൂഷൻ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെല്ലാ പോയിൻറ്റും പഠിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു 3 എണ്ണം പഠിച്ചു വയ്ക്കുക. ഇത്രയും തിയറികളാണ് +2 അക്കൗണ്ടൻസി എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത്. തിയറി മാത്രം പഠിച്ചാൽ ജയിക്കില്ല. അപ്പോൾ ചാനലിൽ +2 അക്കൗണ്ടൻസി എന്നും പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള പ്രോബ്ലംസ് നിർബന്ധമായും ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ നല്ലൊരു മാർക്കോട് കൂടി നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക.